അടിപൊളി ഫുഡ്. നാടൻ ഫുഡ്. ആടുണ്ടാക്കുന്ന പച്ചക്കറി മോന്താൽ പാലെത്തി നോക്കി ആയിക്കോട്ടെ, ചിലപ്പോ ഏതാ മോനെ ഈ തോണിക്കായിരുന്നു. ഈ തോണിയിലും കാരണം സിറായിക്ക് അത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇവിടെ ഇതാ. ഓക്കെ, ഈ തോണിയിൽ ഇങ്ങനെ പോണം. അത് വേറെ തന്നെ ഒരു വൈബല്ലേ? വൈബ് മാറി മക്കളെ, കളി മാറി. അങ്ങനെ ബാലേട്ടന്റെ കടയിലേക്കുള്ള യാത്ര കുറച്ച് മുന്നോട്ട് എത്തി. ഇതാ മുന്നോ. ശരിതാ മോനെ, നല്ല കാറ്റ്, വേറെ തന്നെ ഒരു വൈബ്. വരണം ഇതെല്ലാം നമ്മുടെ അടുത്ത് തന്നെ ഉള്ള സ്ഥലങ്ങളില്ല, അധികം ദൂരമൊന്നുമില്ല. ഈ രാവിലെ സുബഹി നിസ്കരിച്ച് ഒന്നെങ്കിൽ പോരും. ഉറങ്ങുന്നതിന് പകരം നല്ല രസമുണ്ട്. മാഷാ ലൊക്കേഷൻ നല്ല ചോദിക്കട്ടെ. ഇതല്ലേ പൊറോട്ട? ബീഫ് കുറച്ചുകൂടി ആയിക്കോട്ടെ. മസാല പിന്നെ ലിവർ അതും കുറച്ചാവില്ല ടൈമാ. നല്ലെന്ന് വരുന്നു എന്നിതാട്ടെ നിങ്ങൾ ആയിട്ട് വരാം. നമ്മൾ പേരട്ടെൻ്റെ കടയിലെത്തിക്ക് രാവിലെ തന്നെ എത്തി തന്നെ ആയി വരുന്നേ ഉള്ളൂ. 8 മണിയാവും. ഒന്ന് ഉറങ്ങിയിട്ടെല്ലാം വന്നാൽ മതി. ഉണ്ടാക്കണ്ട ഇപ്പൊ ഒന്ന് ബോട്ടിംഗ് എല്ലാം ചെയ്യാണെങ്കിൽ. ഓക്കെ, എന്നാല് ഓക്കെ പാക്കിങ് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വരിക എന്താക്കുക. മഴയായാൽ എന്തായിരിക്കണം? വെള്ളം എന്താ പറയുക, വാട്ടർ ആക്ടിവിറ്റീസ് ആയിരിക്കണം. വെയിലായാലോ അത് അതിനുള്ളനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം. വെള്ളം കാണുമ്പോൾ തന്നെ ബേജാറാണ്. അത് വേറെ വിഷയം. സ്റ്റാൻഡപ്പ് അല്ല അത് മറ്റേ നടന്ന് എല്ലാ ടൈപ്പ് സാധനം ഉണ്ട് കേട്ടോ അവിടെ. നിന്നിട്ട് വയ്യ എല്ലാ ടൈപ്പും ഉണ്ട്. എന്താ രസം. നല്ലൊരു ആംബിയൻസ് അല്ല, ക്ലൈമറ്റ് നല്ലത്. മോന്താലി ചന്ദ്രേട്ടന്റെ ചായക്കടയിൽ പോയി കഴിഞ്ഞാല്, അല്ല ബാലേട്ടന്റെ ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ എന്താ ഇപ്പൊ ഒരു ആടുന്നെങ്കിൽ മടങ്ങരുത്. ആടുന്ന് ഈ അടുത്തോട്ടേക്കുള്ള റോഡിൽ ഇങ്ങനെ വരിക. ലക്ഷദ്വീപ് ആ ഒരു വൈബ് ഇവിടുന്ന് കിട്ടും. അമിനി പോടുന്ന വൈബ്. വീട്ടിലെന്താക്കിയാ മതി, തെങ്ങിന്റെ അടിയിൽ 2 പെയിന്റും അല്ലേ, എന്താ രസം. ഇവിടുന്നല്ല കുളിക്കുന്ന ഇപ്പം പറ്റൂല, കലക്കിയിട്ട് വെള്ളം, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടിക്ക് ഞാൻ കണ്ടതില്ല വാഹു തന്റെ മക്കളിൽ മാണ്ടുപോയി നീ കറുത്ത പോർക്കളങ്ങളിൽ അടിമറ്റേതിടം ചരിത്ര പുസ്തകങ്ങളിൽ. കപടദേശവാദി നാട്ടിൽ മതജാതിവ്യാധി തലവനില്ലാതെ നാട് ചുറ്റിടാൻ നിന്റെ നിവിന് വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി. വാളെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. കപടദേശവാദി നാട്ടിൽ മതജാതിവ്യാധി. ഇത് യാസർ അറാഫത്ത് എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ യാസർ അറാഫത്തിനെ? യാസർ അറാഫത്ത് UN-ന്റെ ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു: എന്റെ ഇടത് കയ്യിൽ ഒരു ഒലിവിന്റെ ചില്ലയും എന്റെ വലത് കയ്യിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാഷ്നിക്കോവ് യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. ഹേമന്തേ
കഥകള് കഥകൾ കവിത പിറന്ന കഥകൾ കടലിൽ തിരകൾ തല തല്ലിക്കരഞ്ഞാൽ കഥകൾ പല തലമുറകളായി വളർന്ന മണ്ണിൽ തരം കിട്ടിപ്പോയ കഥകൾ കഥകള് വീഡിയോ എടുക്കുന്ന ബീഫ് ഒരൊറ്റക്ക് നേരെ നല്ല ചൂടുള്ള സാധനം പോത്തും കാലുണ്ട് പോത്തും കാല് കേട്ടാ പൊളി പൊളി സാധനം ഇത് അടുപ്പത്ത് നിന്ന് മണിക്കൂറോളമായിട്ട് വേണം വൈകുന്നേരം ഉണ്ടല്ലോ ആ കഴിഞ്ഞില്ല ഉണ്ടാവും ഒരു സംസാരിക്കാനല്ല സിറാജില്ല നാദാപുരം കേൾക്കൂല ആ പിന്നെ പൊളിസ്ഥലം എന്താ പറയാ വന്ന് കഴിക്കണം പുറത്ത് മഴ ഇവിടുത്തെ ചൂട് ഓ അതെ പുറത്ത് മഴ തണുപ്പ് ഇവിടുത്തെ ചൂട് ബീഫ് കാല് ബീഫ് വരട്ട് ബീഫ് ലിവർ പിന്നെ പത്തിരി എല്ലാം ഉണ്ട് ഇവിടുത്തെ ഒരു പുതിയ കായ് വേടൻ വേടൻ ഉണ്ടാക്കണം നല്ല പൊറോട്ട കഴിഞ്ഞത് രാവിലെ തന്നെ നല്ല മൈസൂർ സ്ലീപ്പ് ബീഫ് വന്ന് ഗ്രേവി ഉണ്ട് പൊറോട്ട ഉണ്ട് അസീബും ഉണ്ട് അങ്ങനെയുണ്ട് ആലക്കലിലെ മറ്റേ മട്ടൻ ചാപ്സ് ആയിട്ട് കമ്പയർ ചെയ്താ ഇത് പറഞ്ഞില്ല ഇതും നല്ല കുരുമുളക് കിട്ടി നല്ല വെറൈറ്റി സൂപ്പർ കുരുമുളകാ നാടൻ കുരുമുളക് സൂപ്പർ അത് കണ്ടിട്ട് വല്ല എങ്ങനെയാ സൈഫ് കത്തുന്നുണ്ടേ ബീഫില് പഞ്ഞി കട്ടോ നല്ല കുരുമുളക് കിട്ടുക കുരുമുളക് കറ്റ് കുറച്ച് ബീഫ് പൊറോട്ടയ്ക്ക് കിട്ടുക പോത്തുങ്കാലിന്റെ ഗ്രേവി ആയിട്ട് ഈ ഗ്രേവിയിൽ ഉണ്ടാക്കും നന്നായിട്ട് പോത്തുക എങ്ങനെ സാധനം എങ്ങനെ ടേസ്റ്റ് ഇതങ്ങനെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയൂല അല്ലേ നാടൻ കുരുമുളകിന്റെ എല്ലാം ഇങ്ങനെ അത് വേറെ ഒത്ത ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയൂല വന്ന് കഴിക്കണം മസ്റ്റ് ട്രൈ കഴിച്ചാലേ അറിയും പോത്തും കാലുണ്ട് കേട്ടോ പോത്തും കാല പോത്ത് കാൽ 60 ഉറുപ്പിയുള്ളൂ ചായ കുട്ടിയല്ലേ 3 ചായ പല്ലേ ഇനി പൈസ പറഞ്ഞു ഫോൺ ഓഫ് ആയിപ്പോയാ ഫോണിത് അല്ലെങ്കിൽ നിങ്ങൾ കാണുക ഫോൺ ഓഫ് ആയിക്കാ ഫോൺ ഓഫ് ആയി പോയതോ പൈസ മന്ത്രി ഞാൻ ഗൂഗിൾ പേ നമ്മളും ഹാപ്പി മാഷാല്ല 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ കണ്ടതല്ല ഇവിടുത്തെ അവസ്ഥ ഇവിടെ ഫുള്ള് വെള്ളമായി ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ജെറ്റ്സ്ക്യൂമാണ് ഇവിടെ ഉണ്ട് ജെറ്റ്സ്ക്യൂ പോലത്തെ സാധനം ഇത് കായക്കിങ്ങിൻ്റെ ബോട്ടിംഗ് ഉണ്ട് ഇവിടെ 9 മണിയുടെ ടൈം നോർമൽ ഡേയ്സ് പക്ഷേ ഇന്ന് പോകുന്ന പറഞ്ഞത് പക്ഷെ വല്ലാണ്ട് വേരിയേറ്റുണ്ട് വെള്ളം ഇങ്ങനെ കയറിയിട്ട് മനോഹരമായ ഒരു കാഴ്ച ഹസീബുണ്ട് നമ്മളെ ബോസ് മുന്നീറുണ്ട് हिंदी बाहर